ഹായ് ഓൾ, ഇന്ന് ഓറഞ്ച് തൊലി കൊണ്ട് 2 റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഓറഞ്ച് തൊലി കൊണ്ട് ഒരു ക്യാൻഡിയാണ്. അതിനാദ്യം തന്നെ ഓറഞ്ച് തൊലി സ്ലൈസ് ചെയ്യാം, നല്ല ചെറുതാക്കി സ്ലൈസ് ചെയ്യാം. ഒരു പാത്രത്തിൽ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളപ്പിക്കുക. തൊലി സോഫ്റ്റ് ആവുന്നവരെ തിളപ്പിക്കുക. എന്നിട്ടിത് അരിച്ചെടുക്കുക. വേറെ പാത്രം എടുക്കുക. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇട്ട് കൊടുക്കുക. പഞ്ചസാര അലിയുന്നവരെ ഇളക്കിക്കൊണ്ട് വെക്കുക. ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സിറപ്പ് ഒട്ടുന്ന പരുവത്തിലാവുന്നത് വരെ തിളപ്പിക്കാം, അതും ലോ ഫ്ലെയിമിൽ. ഇതിനി അരിച്ചെടുക്കുക. സിറപ്പ് വേറെയും തൊലി വേറെ ആക്കി വെക്കാം. ഇത് 3 മുതൽ 4 മണിക്കൂർ മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. ഇത് നിങ്ങൾക്ക് ഡെസേർട്ട് ഐറ്റംസിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് വെറുതെ എന്നാലും രസമാണ്, കാരണം മധുരം കയ്പും കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. നല്ല രസമാട്ടോ. അടുത്തത് ഇനി ഓറഞ്ച് മാർമലേഡിൻ്റെ റെസിപ്പിയാണ്. ഇത് ജാമിൻ്റെ പോലെ തന്നെ കൺസിസ്റ്റൻസി ആണ്, പക്ഷേ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ട്സിൻ്റെ തൊലി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ മാർമലേഡിൽ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓറഞ്ച് തൊലിൻ്റെ ക്യാൻഡിയും പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സിറപ്പുണ്ടല്ലോ, അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അപ്പം നമുക്കിത് മാർമലേഡായിട്ട് യൂസ് ചെയ്യും. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക ഫ്രിഡ്ജിൽ. ഇത് ജാമ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതും സ്പ്രെഡ് ചെയ്യാം.